നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിൽ ഭഗവതിയുടെ 3 വിശേഷപ്പെട്ട ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവ യഥാക്രമം കാമത, ജ്ഞാനത, യോഗത എന്നുള്ളതാണ്. ഈ ഭാവത്തിൽ ഭഗവതിയെ ആശ്രയിക്കുന്നവർക്ക് യഥാക്രമം കാമനകളുടെ പൂർത്തീകരണം കാമതായും, ജ്ഞാന പൂർത്തീകരണം ജ്ഞാനതായും, യോഗശക്തി പൂർത്തീകരണം യോഗത ഭാവത്തിലുള്ള ഭഗവതിയും കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. കാമത എന്ന് പറഞ്ഞാൽ കാമദായിനി അഥവാ ആഗ്രഹങ്ങളുടെ സമ്പൂർത്തീകരണം നടത്തുന്ന ഭഗവതീഭാവം എന്നാണ് അർത്ഥം. എന്നാൽ ഇതിന് നേർ വിപരീതമായിട്ടുള്ള ഭാവമാണ് ജ്ഞാനതാഭാവം. ഭൂമിയിൽ തന്നെ സ്ത്രീക്ക് ഒരേ സമയം തന്നെ പത്നീഭാവവും മാതൃഭാവവും ശക്തി അഥവാ പ്രചോദനാശക്തി ഭാവവും ഉണ്ട്. ലോകത്തെ ഏത് സ്ത്രീയും ഒരാൾക്ക് ഈ 3-ലേതെങ്കിലും ഒന്നായിരിക്കും. ഒരാളുടെ ഭാര്യയായിരിക്കുമ്പോൾ തന്നെ അവൾ മറ്റൊരാൾക്ക് അമ്മയാണ്. ഇനി ഒരാൾക്ക് സൽക്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ ചെയ്യുവാനുള്ള പ്രേരണ നൽകുന്ന ശക്തിയാണ്. ഇതാണ് സ്ത്രീയുടെ 3 തരത്തിലുള്ള ഭാവങ്ങൾ. ഈ ഭാവം പരാശക്തിയായിട്ടുള്ള വിശ്വനാരി ഭഗവതിയിലും നമുക്ക് കാണുവാൻ സാധിക്കും. അവൾ ഒരേ സമയത്ത് തന്നെ പരമേശ്വരനായിട്ടുള്ള ഭഗവാന്റെ പത്നിയാണ്. അതോടൊപ്പം തന്നെ ജഡ ജീവപ്രപഞ്ചങ്ങൾക്ക് അവൾ അമ്മയുമാണ്. അപ്പോൾ തന്നെ അവളെ പ്രാപിക്കുന്നവർക്ക്, സാധന ചെയ്യുന്നവർക്ക്, പൂജ ചെയ്യുന്നവർക്ക് അവൾ ശക്തിദായിനിയുമാണ്. ഇങ്ങനെ ഈ 3 ഭാവങ്ങളിൽ 1-ാം ഭാവമാണ് കാമതായിൽ സ്വീകരിച്ചിരിക്കുന്നത്, അതായത് പരമേശ്വരൻ്റെ പത്നീഭാവം. എന്നാൽ 2-ാമത്തെ ജ്ഞാനതായിൽ മാതൃഭാവമാണ് സ്വീകരിച്ചിരിക്കുന്നത്. യോഗതായിലാകട്ടെ ശക്തിഭാവമാണ്. മാതൃസന്താന ബന്ധമാണ്, മാതാവ് സന്താനം ഇവർ തമ്മിലുള്ള ബന്ധമാണ് ദേവിയിൽ ഈ ജ്ഞാനത എന്ന ഭാവത്തിൽ കാണുന്നത്. അതായത് ജ്ഞാനപ്രവാഹം അമ്മയുടെ സ്തനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണോ പാൽ കൊടുക്കുന്നത് പോലെ പ്രപഞ്ചമാതാവ് നൽകുന്ന പാലാണ് ജ്ഞാനം. അവൾ ഭക്തർക്ക് ജ്ഞാനമാകുന്ന ക്ഷീരം അങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ ജ്ഞാനതാഭാവത്തിൽ ഭഗവതിയെ നാം പ്രാപിക്കുമ്പോൾ, നാം ഭജിക്കുമ്പോൾ പരിവാര സമേതം ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ ഇടത്ത് തുടയിൽ തൻ്റെ കുട്ടിയെ വെച്ചിരിക്കുന്നത് പോലെ, തൻ്റെ സന്താനത്തിനെ എങ്ങനെയാണോ അമ്മ വെച്ചിരിക്കുന്നത് പോലെ ഭഗവതി നമ്മെ അവളുടെ ഇടത്ത് തുടയിൽ വെച്ച് ലാളിച്ചുകൊണ്ട് ജ്ഞാനമാകുന്ന പാൽ നമുക്ക് തരുന്നുണ്ട് എന്നതാണ് വ്യക്തമായിട്ടുള്ളത്. ഇടത്തുകാൽ മടക്കിയിരിക്കുന്നതിനാൽ ആ മടിത്തടം സാധകരായിട്ടുള്ള ഭക്തരായിട്ടുള്ള ശിശുവിന് വേണ്ടിയാണ്, നമ്മൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ജ്ഞാനതാഭാവത്തിൽ ഭഗവതിയെ ആശ്രയിക്കുന്നവർക്ക് സദ്ഗുരുപ്രാപ്തിയും ശാസ്ത്രവിജ്ഞാനവും മുക്തിയുമൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ് തീർച്ച. ഈ ഭാവത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭഗവതിക്ക് ശരചാപ പാശാങ്കുശങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ആകെ വ്യത്യാസമുള്ളത് ഭഗവതിയുടെ ഇടത്തുകാൽ മടക്കി വലത്തുകാൽ മുന്നോട്ട് നീക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ഈ ജ്ഞാനതാഭാവത്തിൽ ഭഗവതിയെ ആശ്രയിക്കുന്ന ഭക്തർക്ക്, സാധകർക്ക് എല്ലാവിധമായ ജ്ഞാനഗംഗയും ഭഗവതി നൽകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതിനാൽ എല്ലാവരും ജ്ഞാനം പ്രാപ്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഭഗവതിയെ ജ്ഞാനതാഭാവത്തിൽ ഭജിക്കുക, പ്രാർത്ഥിക്കുക, പൂജിക്കുക, സാധന ചെയ്യുക. നമസ്കാരം.